ആ അജണ്ട പക്ഷേ എനിക്കെതിരായിരിക്കാം, എന്റെ രാഷ്ട്രീയ കക്ഷിക്കെതിരായിരിക്കാം. പക്ഷേ കടയ്ക്ക് കത്തി വച്ചിരിക്കുന്നത് നിങ്ങളുടെ തൊള്ളയിലാണ്. ആ കത്തി ഈ അധമ രാഷ്ട്രീയക്കാർ രണ്ടു പക്ഷവും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, എന്നെ ഖണ്ഡിക്കുന്ന മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കണ്ട. നിങ്ങളുടെ ഒരു കണ്ടെത്തലുണ്ടാവണം, അതിന് നിങ്ങളുടെ അന്വേഷണം ഉണ്ടാവണം. അപ്പോ രണ്ടല്ല രാഷ്ട്രീയത്തിന് നിങ്ങളുടെ പക്ഷത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാമില്ലായിരിക്കാം. നിങ്ങൾ അതിനോട് ഇഷ്ടം എന്ന് പറയുന്നത് തുടരാതിരിക്കാം. തുടർന്നാലും ഈ മണ്ണിന് വേണ്ടിയാണ് എന്റെ വോട്ടെന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ ഒരു കാലത്തും കേരളം രക്ഷപ്പെടില്ല. ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ ചോദിക്കും എന്തുണ്ടാക്കിയെന്ന്. അതാണ് അവരുടെ ഒരു വ്യംഗ്യം. അവസരം തരൂ. നിങ്ങൾ മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട്. ആരെയൊക്കെ പരീക്ഷിച്ചു? ഞങ്ങൾക്കൊരവസരം തന്ന് നിങ്ങൾ ആദ്യമായി പരീക്ഷിക്കൂ. 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ ചോദ്യം ചെയ്യൂ. അത് മാത്രമേ സാധ്യമാവൂ.